ട്രൈബൽ മിഷനിലേക്ക് സ്വാഗതം. പത്തനംതിട്ട ജില്ലയിലെ ഗോത്ര ജനവിഭാഗങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. പരിഷ്കൃത സമൂഹം, അപരിഷ്കൃതർ എന്ന് വിളിച്ച് അകറ്റി നിർത്തുന്ന ആദിവാസി സമൂഹം അഥവാ ഗോത്ര ജനത ഒരു കാലഘട്ടം വരെ ഈ മണ്ണിൻ്റെ അധികാരികളും അവകാശികളുമായിരുന്നുവെന്ന് ചരിത്രം പരിശോധിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുപോലെ ഇന്ന് പരിഷ്കൃതമെന്ന് കൊട്ടിഘോഷിക്കുന്ന പലതും പിൽക്കാലത്ത് ഈ സമൂഹത്തിൽ നിന്ന് കടം കൊണ്ടതാണെന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ലോകത്താകമാനമുള്ള ഗോത്രജനത മഹത്തായ ഒരു സംസ്കാരത്തിൻ്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നവരാണെന്ന് നരവംശ ശാസ്ത്രജ്ഞന്മാരുടെ പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഗോത്രജനതയുടെ ജീവിതത്തിന് ഒരു സാമൂഹിക ക്രമമുണ്ട്. നൂറ്റാണ്ടുകളായി പിന്തുടർന്നു പോരുന്ന ആചാര അനുഷ്ഠാനങ്ങളുണ്ട്. മഹത്തായ ഒരു സംസ്കാരമുണ്ട്. വ്യക്തമായ ഒരു ജീവിത ശൈലിയുണ്ട്. കൂടാതെ അവർക്ക് അവരുടേതായ ഒരു മതവിശ്വാസമുണ്ട്. ഇവയെല്ലാം ഈ ജനത വളരെ കൃത്യതയോടുകൂടി ഇന്നും പാലിച്ചു വരുന്നുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് ഗോത്രജനത മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാണെന്ന് പറയുവാൻ കാരണം ആകുന്നത്. പത്തനംതിട്ട ജില്ലയെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായി 6 ഗോത്ര വിഭാഗങ്ങളാണ് ഇവിടെ ഉള്ളത്. മലവേടർ, മലയരയർ, മലപ്പണ്ടാരങ്ങൾ, ഉള്ളാടർ, കൊച്ചുവേലൻ, മലക്കുറവൻ എന്നിവരാണ് ഈ 6 ഗോത്ര വിഭാഗങ്ങൾ. ജില്ലയിലെ വിവിധ താലൂക്കുകളിൽ സ്ഥിതി ചെയ്യുന്ന 50ഓളം വരുന്ന ട്രൈബൽ സെറ്റിൽമെൻറ്റുകളിലാണ് ഇവർ താമസിച്ചു വരുന്നത്. പ്രത്യേകിച്ച് മലയോര മേഖലകളായ റാന്നി, കോന്നി താലൂക്കുകളിലാണ് ഇവർ കൂടുതലായി കാണപ്പെട്ടു വരുന്നത്. ജില്ലയിലെ നിലവിലുള്ള ജനസംഖ്യയുടെ 0.6% മാത്രമാണ് ആദിവാസികളായി ഉള്ളത്. നരവംശ ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം അനുസരിച്ച് ഇവിടെയുള്ള ഗോത്ര വിഭാഗങ്ങൾ പൊതുവെ പ്രോട്ടോ ആക്സിലോയിഡ് നെഗ്രിറ്റോ വംശങ്ങളിൽപ്പെട്ടവരാണെന്ന് കരുതപ്പെടുന്നു. ജനസംഖ്യ അനുപാതത്തിൽ നോക്കിയാൽ മുൻപന്തിയിൽ നിൽക്കുന്നത് മലവേടരാണ്. ജില്ലയിലെ ഏറ്റവും കൂടുതൽ സെറ്റിൽമെൻറ്റുകൾ ഉള്ളതും ഇവർക്കാണ്. വിദ്യാഭ്യാസത്തിലും സാമ്പത്തിക ചുറ്റുപാടിലും മുൻപന്തിയിലുള്ളത് മല അരയരും ഉള്ളാടരുമാണ്. എന്നാൽ എല്ലാ നിലയിലും പിന്നാക്കം നിൽക്കുന്നത് മലപ്പണ്ടാരങ്ങളാണ്. ഇതിന് കാരണം അവരുടെ ഒറ്റപ്പെട്ട ജീവിതശൈലിയാണ് കാരണം. വനത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഇവർ വനവിഭവങ്ങളുടെ ലഭ്യത അനുസരിച്ച് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറിക്കൊണ്ടിരിക്കും. ഈ കാരണം കൊണ്ട് അവർക്ക് അവരുടെ കുഞ്ഞുങ്ങൾക്ക് ശരിയായ വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയുന്നില്ല. എന്നാൽ വനപാലകരുടെ പരിശ്രമ നിമിത്തം അവരുടെ കുഞ്ഞുങ്ങൾ ട്രൈബൽ ഹോസ്റ്റലുകളിൽ നിന്ന് പഠിക്കുവാൻ ഇന്ന് തയ്യാറാകുന്നു. കൊച്ചുവേലൻ ഒരു ഗോത്ര വിഭാഗമാണെങ്കിലും ഉള്ളാടരുടെ ഇടയിൽ ഒരു ഉപവിഭാഗമായിട്ടാണ് കരുതപ്പെടുന്നത്. ശബരിമല ക്ഷേത്രവുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരാണ് കൊച്ചുവേലർ. പത്തനംതിട്ട ജില്ലയിലെ ഗോത്ര ജനത പൊതുവെ ഹിന്ദുമതത്തിൻ്റെ ഭാഗമാണെന്ന് കരുതുന്നുണ്ടെങ്കിലും അവർക്ക് അവരുടേതായ മതവും ആചാര അനുഷ്ഠാനങ്ങളും ഉണ്ടെന്ന് പറയുന്നതാണ് ശരി. പ്രകൃതിയെയും പ്രകൃതി ശക്തികളെയും മലകളെയും പൂർവികരെയും ആരാധിക്കുന്ന ആദി ദ്രാവിഡ ആരാധന രീതിയാണ് ഇന്നും അവർ പിന്തുടർന്നു പോരുന്നത്. ഈ 6 വിഭാഗങ്ങളിൽ നിന്നും ഒരു ചെറിയ ശതമാനം കുടുംബങ്ങൾ ക്രിസ്തുമതം സ്വീകരിച്ചവരുണ്ട്. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ ജീവിത ശൈലിയാണ് ഈ ഗ്രൂപ്പ് പുലർത്തിപ്പോരുന്നത്. പൊതുവെ മലയാളമാണ് ഇവർ സംസാരിക്കുന്നതെങ്കിലും ഓരോ വിഭാഗത്തിനും അവരവരുടേതായ ഗോത്ര ഭാഷ ഉണ്ടെന്നത് സത്യം തന്നെ. ഈ ജനതയുടെ ജീവിത സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ ഗവൺമെൻറ്റിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നില്ലെന്ന് വേണം പറയാൻ. ആയതിനാൽ ഇവരുടെ സാമൂഹിക സാംസ്കാരിക മൂല്യങ്ങൾ നഷ്ടപ്പെടുത്താതെ നിലനിർത്തിക്കൊണ്ട് ഇവരെയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് ഉയർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.